ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ 9ാമത്തെ ദിവസമാണ് ക്രിസ്മസ് സീരീസ്, 9ാമത്തെ ദിവസം. അപ്പോൾ 9ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ കഴിഞ്ഞ 8 ദിവസത്തെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ എളുപ്പം പോയി നമ്മളുടെ ജോമാസ് വേൾഡ് യൂട്യൂബ് ചാനൽ എടുത്തിട്ട് നമ്മളുടെ ഫുൾ വീഡിയോ 8 ദിവസത്തെയും വീഡിയോസ് കാണണം. സൂപ്പർ വീഡിയോസ് ആയിട്ടോ, എല്ലാവരും കാണണം, ആരും കാണാതിരിക്കരുത്. പിന്നെ ഇന്നലെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി നമ്മളുടെ കല്യാണത്തിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ പണ്ട് കാലത്ത് കല്യാണ മീൻകറി ഇല്ലേ, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള മീൻകറി ഉണ്ടാക്കത്തില്ലേ, നല്ല അടിപൊളി നല്ല സൂപ്പർ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് ഇന്നലത്തെ വീഡിയോ മാത്രമല്ല, നമ്മൾ ഇത്രയും 8 ദിവസവും നല്ല സൂപ്പർ നല്ല ഡിഷസാണ്, നല്ല സൂപ്പർ വീഡിയോസാണ് ചെയ്ത്. എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഐറ്റമാണ്. അതായത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, പക്ഷെ പണ്ട് കാലത്ത് അത് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. അത് മാത്രമേ ഉള്ളായിരുന്നു പണ്ട് കാലത്ത്. അതായത് പണ്ട് കാലത്ത് നമ്മളുടെ ക്രിസ്മസ് സീസണിലാണെങ്കിൽ നമ്മൾക്ക് രാവിലെ പാലപ്പവും സ്റ്റൂവും കഴിക്കുന്നത് കൂടെ നമുക്ക് ഏത്തയ്ക്ക പുഴുങ്ങിയതുണ്ട്, വട്ടയപ്പമുണ്ട്, പിന്നെ നമുക്ക് അവല് വിളയിച്ചതുണ്ട്. ഇത്രയും സംഗതിയുണ്ട്. രാവിലെ നമ്മൾ എത്ര പാവങ്ങളാണെങ്കിലും പണ്ട് കാലത്ത് അപ്പം സ്റ്റൂ, പാലപ്പം സ്റ്റൂ അല്ലെ വെള്ളയപ്പം സ്റ്റൂ, ഇതേതേലും ഉണ്ടാക്കുന്ന ഇതിൻ്റെ കൂടെ ഇതേതേലും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമായിരുന്നു വട്ടയപ്പം പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ അവല് വിളയിച്ചതും. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയതും അവല് വിളയിച്ചതുമാണ് ഇന്ന് ചെയ്യുന്നത്. വട്ടയപ്പം വേറൊരു ദിവസത്തേക്ക് ഒരു ഡിഷായിട്ട് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ക്രിസ്മസിനും ഈസ്റ്ററിനും അങ്ങനെ മാത്രമല്ല, നമ്മൾ കല്യാണമില്ലേ, കല്യാണങ്ങളുടെ തലേദിവസം ഞായറാഴ്ചയാണ് പണ്ട് കാലത്ത് ഫുള്ള് കല്യാണങ്ങൾ. അപ്പോൾ ആ ഞായറാഴ്ചയുടെ തലേദിവസം ശനിയാഴ്ച ഒരു ടീ പാർട്ടി ഉണ്ട്. പണ്ട് കാലത്ത് കല്യാണങ്ങൾക്ക് പിള്ളേരെ ഒന്നും കൊണ്ടുപോകത്തില്ല, കെട്ടിച്ച് കയറ്റുന്നിടത്ത് പിള്ളേരെ ഒന്നും കൊണ്ടുപോകത്തില്ല. ആണുങ്ങളുടെ കല്യാണമാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ ആണുങ്ങളാണെങ്കിൽ അത് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചായിരിക്കും കല്യാണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ എല്ലാ ബന്ധുക്കൾ, അതായത് ബന്ധുവീട്ടുകാർ, പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് എല്ലാം ഫുള്ള് അവർ മുറ്റത്ത് ആദ്യത്തെ ആ പന്തിയിലിരുന്ന് കഴിച്ച് സെക്കൻഡ് പന്തിയിലിരിക്കണം, അതും കഴിച്ച് കഴിഞ്ഞിട്ട് അന്ന് കാലത്ത് ഒരു 20 പേര് 50 പേര് ഏറ്റവും കൂടിയ 100 പേര് ഒക്കെ വരുള്ളൂ ബന്ധുവീട്ടിൽ നിന്നും. അവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള, അതുവരെ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെയൊക്കെ ഒതുക്കി എവിടെയെങ്കിലും ചായപ്പിലൊക്കെ ആക്കി അവരെ കൈകാര്യം ചെയ്യും. അവരെ ഈ വിളമ്പുന്നിടത്തോ അല്ലെങ്കിൽ മറ്റേ ബന്ധുവീട്ടുകാരെ കഴിക്കുന്നിടത്തോ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് നമ്മൾക്കൊക്കെ കഴിക്കാൻ വീട്ടുകാർക്ക് ആദ്യം പിള്ളേർക്കും പ്രായമായവർക്കും തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ സഹോദരിമാരും അമ്മമാരും ആൻറ്റിമാരും ഒക്കെ അവരൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ലാസ്റ്റ് അവരൊക്കെ മീൻ ചട്ടിയൊക്കെ വടിച്ചായിരിക്കും നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറി. അതാണ് ഇന്നലെ നമ്മൾ വെച്ച മീൻകറി ഡിഷ്. പിന്നെ ഇന്ന് നമ്മൾ ഈ കല്യാണ തലേന്ന് ശനിയാഴ്ച ടീ പാർട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങളെയാണ് കെട്ടിക്കുന്നതെങ്കിൽ ആണുങ്ങളെ ആണേലും പെണ്ണുങ്ങളെ ആണേലും നമ്മൾ പെണ്ണുങ്ങളുടെ ഇപ്പം നമ്മുടെ വീട്ടിലേത് പെണ്ണാണെന്ന് വെച്ചു, അപ്പം നമ്മൾ ആണുങ്ങളുടെ വീട്ടിലോട്ട് കല്യാണത്തിന് പോകണം. അവിടോട്ട് അപ്പോൾ 20 പേര് 50 പേര് അല്ലെ 100 പേര് ഇതൊക്കെ ആകൊണ്ട് 100ഒക്കെ ചുരുക്കുക. അപ്പം അങ്ങനെ 50 പേരൊക്കെ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ പോകുമ്പോൾ നാട്ടുകാർക്കും ബാക്കി ബന്ധുജനങ്ങൾക്കും പിന്നെ പിള്ളേരെ കൊണ്ടുപോകത്തേയില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിൽ തലേദിവസം ഒരു ടീ പാർട്ടി എന്ന് പറയുന്നുണ്ട്. അതും നമ്മൾക്ക് വീട്ടിൽ അയൽവക്കക്കാരെല്ലാം വന്ന് കഴിച്ചു പോയതിന് ശേഷം, ഒത്തിരി അയൽവക്കക്കാരെ ഫുള്ളും നമ്മൾ ക്ഷണിക്കുമല്ലോ, അവരെല്ലാം കഴിച്ച് ബന്ധുജനങ്ങളെല്ലാം കഴിച്ചിട്ടേ ഉള്ളൂ വീട്ടിലെ പിള്ളേർക്കും ബാക്കിയുള്ളവർക്കും കഴിക്കാൻ പറ്റുള്ളൂ. മാറി നിന്നോണം, വായും പൊളിച്ച് പോയി നിന്ന
അടിയുടെ പെരുന്നാളായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പം ആ തലേ ദിവസം അപ്പം ആ ചെറുക്കൻ്റെ വീട്ടിലാണെങ്കിലും പിന്നെ ഇങ്ങോട്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പിന്നെ വരണമെങ്കിൽ വിരുന്നുണ്ടല്ലോ പണ്ട് മനസ്സമ്മതം. അപ്പോൾ അതിന് അധികം ആൾക്കാരെ കൊണ്ടുപോകത്തില്ല. അപ്പം അവരും അതുപോലെ തലേ ദിവസം ഇങ്ങനെ വെക്കും. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം ചെറുക്കൻ്റെ വീട്ടിലും ഒരു കപ്പ വേവീരും അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പിന്നെ പോട്ടി വെക്കലും പിന്നെ എന്തുവാ മീൻതല വെക്കലും കപ്പ ബിരിയാണി ഇതൊക്കെ ഉണ്ട്. അത് നമുക്കും അങ്ങനെ തലേ ദിവസമുണ്ട്. അപ്പം അതൊക്കെ നമ്മളുടെ വീട്ടുകാർ കഴിക്കുന്നത്. ഇത് ടീ പാർട്ടി എന്ന് പറയുമ്പോൾ അയൽപക്കംകാരൊക്കെ വരുമ്പോൾ ഒരു വട്ടയപ്പം, പിന്നെ ഒരു കേക്ക്, പ്ലം കേക്കിൻ്റെ ഒരു പീസ്, പിന്നെ പ്ലം കേക്കൊക്കെ പിന്നീട് കാലത്ത് ആദ്യകാലത്തൊക്കെ വട്ടയപ്പം അവല് വിളയിച്ചത്, ഒരു പഴം, പിന്നെ എന്തുമായിരിക്കും മറന്നുപോയി, വട്ടയപ്പോ ഏത്തപ്പഴം പുഴുങ്ങിയത്, അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയതല്ല, പഴം, പിന്നെ നമ്മുടെ ഇത് അവല് വിളയിച്ചത്, പിന്നെ വട്ടയപ്പം, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ടീ പാർട്ടിക്ക് വേണ്ടിയും റെഡിയാക്കും കേട്ടോ. അതൊക്കെ ഒരു കാലമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു രസം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എപ്പോഴും അത് ഓർക്കുമ്പോൾ. അപ്പോൾ എനിവേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവല് വിളയിച്ചത്, നല്ല സൂപ്പർ അടിപൊളി അവല് വിളയിച്ചതാണ്. അപ്പം ഒരു കാര്യം പറയട്ടെ, കല്യാണ വീട്ടിലെ മീൻകറി ഇന്നലെ ചെയ്തത് തീർച്ചയായിട്ടും കാണണം. ബീട്രൂട്ട് വൈൻ, ബീട്രൂട്ട് കേക്ക്, പ്ലം കേക്ക് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും എല്ലാ ഡിഷസും കാണണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കിക്കുക ഇപ്പം തന്നെ. എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാതെ ആരും പോകല്ലേ. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കിയിട്ടൊന്ന് വീഡിയോ കാണാൻ തുടങ്ങാവളെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ എല്ലാവരും അറിയട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. എനിക്ക് പക്ഷേ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ പിള്ളേരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊച്ചുമക്കളെ ആഷറിൻ്റെ ആരുടെയും പിള്ളേരെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കാണിച്ച്, ഞാനുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ കാളവണ്ടി, കച്ചിത്തുറു ഇങ്ങനെയൊക്കെ എൻ്റെ ഗാലറിയിൽ, ഫോണിൻ്റെ ഗാലറി ഞാൻ പ്രൈവറ്റ് സേഫിലെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചുമക്കളെ കൊണ്ടാകുമ്പോൾ അവരെ ഇരുത്തി മടിയിലിരുത്തി ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. എനിക്കത് ഭയങ്കര ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ദൈവം സഹായിക്കും. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അതൊക്കെ സാധിപ്പിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, മറക്കല് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. അപ്പോൾ നമ്മുടെ അവല് വിളയിച്ചത് എല്ലാവരും അത് കണ്ടിട്ട് പിന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാം, മെനക്കെട്ടും ഉണ്ടാക്കാം. പണ്ട് കാലത്തല്ല, മെനക്കെട്ട് നല്ല സൂപ്പറായിട്ട് കാരണം വിരുന്നുകാർക്കൊക്കെ അല്ല തലേദിവസം ടീ പാർട്ടിക്കാർക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് കണ്ട് പഠിച്ച് അത് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇങ്ങനെയല്ല, ഇച്ചിരൂടെ പിന്നെ വ്യത്യാസപ്പെട്ടാവണം, കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് കാലത്തെ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളും ഒക്കെ ഷെയർ ചെയ്യണം. കമൻറ്റ് ബോക്സിലൊന്നും ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് അത് പിന്നെ അതൊക്കെ ചെയ്ത് കാണിക്കാൻ എന്നോട് പറയണം, ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് ഡിഷസാണ് വേണ്ട പണ്ട് കാലത്തെ അതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം ഒരു പാൻ വെച്ച്, പണ്ടൊക്കെ പാനൊന്നുമല്ല കേട്ടോ, ശർക്കര, ആവശ്യത്തിന് ശർക്കര ഉരുക്കിയെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശർക്കരയൊക്കെ ഉരുക്കുന്നതിന് പാകമുണ്ട്. നമ്മൾ കടലമുട്ടായിക്ക് ഉരുക്കുന്ന പോലെ ആകരുത്. എന്നാൽ ഒരു നൂൽപ്പരുവമൊക്കെ, ഭയങ്കര ഹാർഡായിപ്പോയില്ല, ചെറിയൊരു നൂൽപ്പരുവ. കാരണം ഇതൊന്ന് വിളയിച്ചിങ്ങനെ എടുക്കണ്ടേ. 400 ഗ്രാം കിച്ചൺ ട്രഷേഴ്സിൻ്റെ മട്ട അവൽ ഇതുണ്ടോ, നമ്മൾ 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ 1/2 കിലോയുടെ ഒരു ശർക്കര എടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 കിലോയുടെ ഒരു ശർക്കര എടുത്തിരിക്കുന്നത്.
100 ഗ്രാമിന് ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം വേണ്ട. നമ്മളുടെ ഈ 400 ഗ്രാം അവലൊന്ന് വറുത്തെടുക്കണം, മുറത്തി പേറ്റിയിട്ട് വറുത്തെടുക്കണം. അപ്പം വറുത്ത് ആ അവലൊന്ന് കുതിരാൻ പാകത്തിനുള്ള പാനിയാകാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്യട്ടെ. അതും ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അവലൊന്ന് വറുത്തെടുക്കുക, പേറ്റിക്കൊണ്ട് വരട്ടെ. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുറത്തി നല്ല പേറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങോട്ട്. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ച് വറുത്തെടുക്കാം. കിരികിരാന്നാകണേ. ഇത് കിരികിരാന്ന് വറുത്തിട്ടുണ്ടേ. കിലുകില ശബ്ദം കേൾക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തു. ഇത് വലിയ പാനായതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇരുന്ന് ആറട്ടെ. ഒത്തിരി അങ്ങോട്ട് ആറണ്ട. ഇനി ബാക്കി പാനി ഉണ്ടാക്കിയത് അരിക്കണം കേട്ടോ. ശർക്കര പാനി അരിക്കണം. എന്നിട്ട് പറയാവേ. റെഡിയാകുമ്പോഴത്തേക്ക് നെയ്ക്കകത്ത് വറക്കാനുള്ളതൊക്കെ വറുത്തെടുക്കാം. പൊട്ടുകടല, പിന്നെ നിങ്ങൾ എന്നാക്കി ഇടുന്ന അതൊക്കെ, തേങ്ങ, എള്ള്, പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. പാനി ഇവിടെ ഇരുന്നാകുന്നേ. എള്ളും നമ്മളുടെ പൊട്ടുകടലയും ഇട്ടു നെയ്ക്കകത്ത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ പാനി ഒഴിച്ചിട്ട് വേണം. നെയ്ക്കകത്ത് തേങ്ങ അങ്ങ് തേങ്ങയെന്നറിയാവോ, അല്ല കേടായിപ്പോവും. നമ്മൾ തേങ്ങ ഇടുമ്പോഴേ നെയ്ക്കകത്ത് നല്ലതായിട്ട് വഴലട്ടെ. ഇച്ചിരി കൂടെ നെയ്യിട്ട് തേങ്ങ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് എത്രയും ഉണ്ടോ അത്രയും നല്ലതാണ്. നല്ല മണം വരും. അത് കഴിഞ്ഞ് നമുക്ക് പാനി ഒഴിക്കാം. പാനി ആകാറാകുമ്പോൾ അതിനകത്ത് ഏലക്കായും ചുക്കും പൊടിച്ചത് നമുക്ക് അതിനകത്തൊന്നിട്ട്, കാരണം ചിങ്ങനെ ഇരിക്കുവാണ് തോട്, ഇത് കണ്ടോ, അതൊന്ന് നമ്മൾ പാനി അരിക്കുമ്പോൾ അതെല്ലാം അങ്ങ് മാറിക്കോളൂ. അല്ലെങ്കിൽ വായിക്കകത്ത് കടിക്കുമ്പോൾ തൊലിയൊക്കെ കടിക്കാൻ നമുക്കൊരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനുണ്ടാക്കുന്ന രീതി കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ആയിരിക്കുകയില്ല. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരണം. പിന്നെ ഇങ്ങനെയല്ല ജോമ, അങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു തരണം. എനിക്ക് മനസ്സിലാകണ്ടേ കേട്ടോ. ഇതിനകത്ത് ഞാൻ പൊടിച്ച ഏലക്കായും ഇത് ഇടുക കേട്ടോ. ഇച്ചിരി നല്ല ഫ്ലേവർ വേണമല്ലോ. പിന്നെ അരിക്കണം നമുക്ക്. പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് കേട്ടോ. ഇനി നമ്മുടെ അവല് കുതിരാൻ പാകത്തിനാകുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് അവലെടുത്തിടാം. അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ഉണ്ടാക്കും. ഇത് എള്ള് കൂടുതലുണ്ടെന്ന് വെച്ചാൽ എള്ള് ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എള്ള് കടിക്കണം. അപ്പം അവല് കുതിരാൻ പാകമാകുമ്പം ഇതെല്ലാം ഒന്ന് തേങ്ങയും എല്ലാ സംഗതിയും ഇതിനകത്തൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തിടണം. പിന്നെ ഇത് പൊട്ടുപരിപ്പാണ്, സാദാ പരിപ്പ് ഇഷ്ടമുള്ളവരുണ്ട്, അതിടാം. നട്ട്സ് ഇടാം. ചിലർ ഇതിടും, എന്നാ കിസ്മിസ്, അതിടരുത്, അഴുക്കായിപ്പോവും, പൊളിച്ചു പോവും, അഴുക്കായിപ്പോവും കേട്ടോ. അങ്ങനെ ഇതാ നമുക്കിത് ഒരു ചെറിയ പരിവാകുമ്പോൾ, അതായത് എല്ലാം ഒന്ന് യോജിച്ചൊന്ന് ടേസ്റ്റ് ആകത്തില്ലേ, അപ്പോൾ നമുക്ക് അവലിടാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് അവലിടുവാണ്. അവലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് നിർത്തണേ.
നല്ല മിക്സ് ചെയ്യണം. ശർക്കരയും പാനിയും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഒട്ടും അധികമല്ലായിരുന്നു, അല്ലെങ്കിൽ കുതിർന്നു പോകും. അവൽ നന്നായിട്ട് മൂത്തില്ലെങ്കിലും കുതിർന്നു പോകും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല യോജിച്ച് നല്ല ടേസ്റ്റ് ആകുമ്പോൾ ഒന്ന് നിർത്തുക. നെയ്യ് എത്ര വേണേലും ഒഴിക്കാം കേട്ടോ. ഞാൻ നിർത്തി പരിപാടി. നെയ്ക്കൊക്കെ നല്ല വിലയാണ്. അവിടെ വേണേൽ ഇനി നെയ്ക്കകത്ത് നട്ട്സൊക്കെ വറുത്ത് വേണമെങ്കിൽ ഇട്ട് കഴിച്ചോളൂ. അതൊക്കെ ചെയ്യും, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ നല്ല റിച്ച് അവൽ വിളയിച്ചതാണ്. പുറത്തുനിന്ന് മേടിക്കുന്ന എനിക്ക് ശകലം പോലും ഇഷ്ടമല്ല. ശർക്കര ചൊവ മേടിക്കാറേ ഇല്ല. ഞാനിതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിടുക. ഇവിടെ വരുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു വിടും. അപ്പോൾ ഇത് ഓഫ് ചെയ്യുവാണേ. കറക്റ്റായിട്ടുണ്ട്. ഇനി തണുക്കട്ടെ. നല്ല തണുത്ത് കഴിയുമ്പോൾ സിപ്പ് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കണം. 16-ാം തീയതി തിങ്കളാഴ്ചയാണ്. രാവിലെ ഇവിടെ അടുത്തൊരു വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അവർ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളും. തേങ്ങയുടെ ഒരു നാര്. ഇനിയിപ്പോൾ എനിക്ക് ആരൻ്റെ സ്കൂളിൽ ഇന്നലെ മീറ്റിംഗ് പറഞ്ഞിട്ട് അത് പിന്നെ മാറ്റി വെച്ച് ഇന്നത്തേക്കാക്കി. അതിന് പോകണം. ഇനി പോയി കുളിച്ച് വന്ന് ചോറ് ഉണ്ട് ഡ്രസ്സ് ചെയ്ത് വെടുക്കത്തിയാട്ടെ. ആരൻ്റെ സ്കൂളിൽ പോകണ്ടേ. ഇതിനി തണുത്തിട്ട് വേണം പായ്ക്കാൻ. ആരൻ വരുമ്പോൾ ഇച്ചിരി കൊടുക്കണമല്ലോ. ശാലൊരു എത്ര വേണോ അത്രേ. കഴിച്ചു നോക്കട്ടെ. ഉള്ളത് പറയാവേ. ഒന്നും പറയാനില്ല. ശക്കല മധുരക്കുറവുണ്ട്. ഇപ്പോൾ സാരമില്ല, മധുരമൊക്കെ കുറച്ച് കഴിച്ചാൽ മതി. ഒത്തിരി മധുരമായാലേ ശരിയാകത്തില്ല. പൊട്ടുകടല ഇത് പോരെന്ന് പറയും. അപാരം അപാരം അപാരം. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അപ്പം അതുവരേക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനകത്തെ കുറവുകളൊക്കെ പറഞ്ഞു തരണം. എനിക്ക് വലിയ അറിവൊന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ വല്യമ്മയുടെ കീഴിൽ നിന്നിങ്ങനെ കണ്ടതൊക്കെയല്ലേ ഉള്ളൂ. അതൊക്കെ ചിലപ്പോൾ മറക്കും, ചിലതൊക്കെ മിസ് ചെയ്യും. വലിയ പാചകക്കാരിയൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ. പാചകം ക്രൈസ് ആയതുകൊണ്ട് ചെയ്യുന്ന. പിന്നെ നമ്മുടെ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കത്തേ ഉള്ളൂ, മേടിക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല മേടിക്കും. നമുക്ക് പറ്റുന്നതൊക്കെ, അല്ലാത്തതൊക്കെ മേടിക്കും. നമുക്ക് ശ്രമിച്ചാൽ എല്ലാം പറ്റും. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.